ശശിധരൻ കർത്തയുടെ കമ്പനി എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഡ്യൂബിയസ് ആയ ആക്ടിവിറ്റീസ് നടന്ന ഒരു കമ്പനിയാണ്. നിരന്തരം അവിടുത്തെ ലൊക്കാലിറ്റിയിൽ ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. പെരിയാർ മലിനീകരണത്തിൻ്റെ പേരിൽ ഞാൻ തന്നെ എത്ര വാർത്ത ചെയ്തിട്ടുണ്ട് ഈ CMRനെതിരെ, ശശിധരൻ കർത്തയ്ക്കെതിരെ. എനിക്ക് തന്നെ അറിയാം. എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശശിധരൻ കർത്ത പേഴ്സണലി. ഈ കേസിൽ പേരിറക്കപ്പെട്ട ഒരു സുരേഷ് കുമാർ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ, അവരുടെ ഉദ്യോഗസ്ഥനാണ്, എന്നെ ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടത് തരാം, വാർത്ത ചെയ്യാതിരിക്കാൻ. അത്രയും ഷേഡി ക്യാരക്ടറാണ് ഈ കർത്തയുടെ കമ്പനിയും. അങ്ങനെ ഒരു കമ്പനിയുടെ എക്സൽ ഷീറ്റ് ഒടിഞ്ഞത് നന്നാക്കാൻ വീണ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ മറുപടി പറയണം. അതിലൊരു തർക്കമില്ല. എൻ്റെ പ്രധാനപ്പെട്ട കാര്യം SFIO കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള കമ്പനിയാണ്. KSTDC 15% ഷെയറുള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ കൂടി പണമാണത്. അങ്ങനെ ഒരു കമ്പനി കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നാണ് SFIO കണ്ടെത്തിയത്. കൈക്കൂലി. ഇതെന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ശശിധരൻ കർത്തയ്ക്ക് മറുപടിയില്ല. എന്തിനാണ് ഈ പൈസ കൊടുത്തത്? അതൊക്കെ കണക്കുണ്ട്. ഒരു പത്രത്തിന് 50 ലക്ഷം രൂപ കൊടുത്തു. SFIO കണ്ടെത്തിയതാണ്. കേരളത്തിലൊരു പത്രത്തിന് അത് എന്തിനാണ് കൊടുത്തതെന്ന് വിശദമായിട്ടില്ല. വെറുതെ കൊടുത്തേക്കാണ്. കൈക്കൂലിയാണത്. അപ്പോൾ ആ കൈക്കൂലി കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരു കമ്പനി, അതും പൊതു ഖജനാവിൽ നിന്ന് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി ED ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം അതുകൂടി നമ്മൾ പറയണം. ഞാൻ ഒരു വിഷയത്തിൽ ED ഒരു വശത്തും മറുവശത്ത് മറ്റൊരാളുമാണെങ്കിൽ ഞാൻ ആ മറ്റേ ആളോടൊപ്പം നിൽക്കുള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ 12 വർഷമായിട്ട് ED പ്രവർത്തിക്കുന്നത് യാതൊരു തരത്തിലുള്ള നിയമപരമോ രാഷ്ട്രീയമായ ധാർമ്മികതയില്ലാതെയാണ്. ഇവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യം എന്നാണ് ശരിക്കും. SFIO കണ്ടെത്തിയത് വീണയ്ക്കെതിരായിട്ടുള്ള ഏതെങ്കിലും കുറ്റമല്ല. SFIO കണ്ടെത്തിയത് ഒരു കോർപ്പറേറ്റ് ഫണ്ട് അനധികൃതമായി കണക്കിൽ കൃത്രിമം കാണിച്ച് ചെലവഴിച്ചു. അതാണ് SFIOയുടെ കേസ്. അതിൽ അവർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ആർക്കെതിരാണ്? ശശിധരൻ കർത്തയ്ക്കും ആ കമ്പനിക്കും എതിരാണ്. വീണ അതിൽ റിസീവ് ചെയ്തെന്ന അർത്ഥത്തിൽ അത് കക്ഷിയാവുന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൽ വരുന്ന ആരോപണം എന്താണ്? അവിടെ അഴിമതി നടന്നു എന്നുള്ളതാണ്. SFIOയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് ഈ കിക്ക് ബാക്ക് സ്വീകരിച്ചത് എന്നാണ് ആരോപണം. എങ്കിൽ ആ കേസ് ആരാ അന്വേഷിക്കേണ്ടത്? സംസ്ഥാന വിജിലൻസ് ആണ്. സംസ്ഥാനത്ത് വിജിലൻസ് അന്വേഷിക്കാൻ 2 സ്കോപ്പ് ഉണ്ട്. ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ കിക്ക് ബാക്ക് സ്വീകരിച്ചു എന്നുള്ള ഒരു വിഷയം. മറ്റൊന്ന് KSADC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയിൽ നിന്ന് കിക്ക് ബാക്ക് സ്വീകരിച്ചു എന്നുള്ള വിഷയം. 2 വിഷയത്തിലും അന്വേഷണം നടത്തണം. അപ്പോൾ ആദ്യം അഴിമതി അന്വേഷിച്ചിട്ട് വേണമല്ലോ അഴിമതി വഴി സമ്പാദിച്ച പണം വെളുപ്പിച്ചോ എന്നറിയാം. അതാണല്ലോ ED അന്വേഷിക്കുന്നത്. PMLA കേസ് അതാണ്. ആദ്യം അഴിമതി അന്വേഷിക്കാതെ ഇങ്ങനെയുള്ള PMLA കേസ് അന്വേഷിക്കുക. ഇതാണ് ഇതിലെ ഒന്നാമത്തെ പ്രശ്നം. അഴിമതി ആദ്യം അന്വേഷിക്കപ്പെടണം. അതിന് ആദ്യം UDF സർക്കാർ എന്ത് ചെയ്യണം? ഒരു കേസ് ഇറങ്ങണം. ഇവിടെ അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഇവർ തയ്യാറാവുന്നില്ല. എന്താ കാരണം? ശശിധരൻ കർത്തയുടെ ഡയറിയിൽ വേറെ കുറേ പേരുകളുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ KPCC അധ്യക്ഷനായപ്പോൾ അവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്, അതിന് ഞാൻ റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞാനും വാങ്ങിയിട്ടുണ്ടാവും, ഞാൻ റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. റെസിപ്റ്റ് കൊടുത്തു എന്നതുകൊണ്ട് ഈ പണത്തിൻ്റെ ഉദ്ദേശം ശരിയാവുന്നില്ല. കാരണം അത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ആളുകൾ പെടും. ഒരുപാട് ആളുകൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വരെ പെടും. ഈ കർത്തായിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് കേരളത്തിൽ. അപ്പോൾ ആ കർത്ത കാശ് കൊടുക്കാത്ത ആരും ഇല്ലെന്നേ, കർത്ത പണം കൊടുക്കാത്ത ആരുമില്ല. അതുകൊണ്ടാണോ സതീശൻ ഇന്നലെ കൃത്യമായി ഇതിൽ പ്രതികരിക്കാതെ പോയത്? പ്രതികരിക്കില്ല. കോൺഗ്രസ് പ്രതികരിക്കില്ല, ലീഗ് പ്രതികരിക്കില്ല, UDF പ്രതികരിക്കില്ല. ഇവിടെ യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ട ആർക്കെതിരെയാണ്? കർത്ത നടത്തിയിട്ടുള്ള അഴിമതി ആരൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് അന്വേഷിക്കണം. പിണറായി വാങ്ങിയിട്ട് പിണറായിക്കെതിരെ അന്വേഷണം വേണം. ചെന്നിത്തല വാങ്ങിയിട്ട് ചെന്നിത്തലയ്ക്കെതിരെ അന്വേഷണം വേണം. അത് നടക്കില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അവിടെയാണ് ED ലാൻഡ് ചെയ്യുന്നത്. ED ലാൻഡ് ചെയ്തിട്ട് കുറേ കഥകൾ പറയണം. ആ പ്രസ് നോട്ടിലുള്ളത് കഥകളാണ്. നമുക്കതിന് തെളിവുകളൊന്നുമില്ല. വീണ വിദേശത്തേക്ക് പണം കടത്തിയതൊക്കെ ഡയറിയിൽ എഴുതി വെച്ചു. ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ. ഇന്ന് ആരെങ്കിലും വിദേശത്തേക്ക് പണം കടത്തിയിട്ട് ഡയറിയിൽ കടത്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, കടത്തി ഡയറിയിൽ എഴുതി വയ്ക്കില്ല. രണ്ടാമത്തെ കാര്യം, വേറെയും അതായത് വീണയ്ക്ക് ലഭ്യമായ വരുമാനത്തിനേക്കാൾ കൂടുതൽ പണം അവർ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഉണ്ടാകാം. പക്ഷേ അതിന് എന്ത് തെളിവാണുള്ളത്? EDക്ക് എന്ത് തെളിവുണ്ട്? അത് അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തണം. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ബേസ് എന്താണ്? ഈ പണമൊക്കെ എവിടെ നിന്ന് വന്നു? ഇത് എന്തിനുള്ള അഴിമതി പണമാണ്? എന്ത് കിക്ക് ബാക്ക് ആണെന്നുള്ളത് നേരത്തെ ആദ്യം അതാണല്ലോ അടിസ്ഥാനം. എന്നാൽ ആ കേസ് നിൽക്കുള്ളൂ. EDക്ക് കേസ് ജയിക്കണമെന്നൊരു ഒരാഗ്രഹമില്ല. അപ്പോൾ വീണയെ ജയിലിലാകണമെന്ന് EDക്ക് ഒരു ആഗ്രഹമില്ല. അവരെ ശിക്ഷിക്കണം, അതല്ല EDയുടെ ലക്ഷ്യം. EDയുടെ സ്ഥാപിത ലക്ഷ്യം തന്നെ ഇത്തരത്തിലുള്ള വേട്ടയാണ്. അപ്പോൾ വീണ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണയ്ക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്ത് അവരെ ശിക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ അഴിമതി അന്വേഷിക്കണം. ഈ അഴിമതി അന്വേഷിക്കാൻ അഴിമതി കേസില്ല, ഒരു അഴിമതി കേസും ഇല്ല. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസ്. കള്ളപ്പണം വെളുപ്പിക്കണമെങ്കിൽ കള്ളപ്പണമാണെന്ന് ആദ്യം തെളിയിക്കണ്ടേ? ഈ പണം കള്ളപ്പണമാണെന്ന് ആദ്യം തെളിയിക്കണമല്ലോ. ആ തെളിവ് അവിടെ നിന്ന് കൊണ്ടുവരും. അപ്പോൾ യഥാർത്ഥത്തിൽ EDയുടെ ലക്ഷ്യം ഈ പറയുന്ന രാഷ്ട്രീയ വേട്ട തന്നെയാണ്. അത് ഇതുവരെയും കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വേട്ട തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പറയുന്ന അഴിമതി അവിടെ ഇല്ലാതാവുന്നില്ല. അത് അഴിമതി അവിടെ നടന്നിട്ടുണ്ട്. അത് തെളിയിക്കപ്പെടണമെന്നാണ്. അതിന് UDF സർക്കാർ എന്ത് ചെയ്യണം? കേസ് ഇടണം. അത് നടക്കും എന്ന് തോന്നുന്നില്ല.